സാനിറ്ററി മാലിന്യങ്ങൾ സംസ്കരിക്കാൻ സൗകര്യങ്ങൾ ഒരുക്കുന്നത് സംബന്ധിച്ച് നടന്ന അജണ്ട ചർച്ചയിലാണ് നഗരസഭയിലെ നിലവിലെ മാലിന്യ ശേഖരണവും സംസ്കരണവും കാര്യക്ഷമമല്ലെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചത്. മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് നേരത്തെ പ്രഖ്യാപിച്ച പല പദ്ധതികളും എങ്ങും എത്തിയില്ലെന്നും പറഞ്ഞാണ് പ്രതിപക്ഷം യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയത്. കൗൺസിൽ ഹാളിന് പുറത്തിറങ്ങിയ അംഗങ്ങൾ മുദ്രാവാക്യം വിളിക്കുകയും അല്പസമയത്തിനകം പ്രതിഷേധം പൂർത്തിയാക്കി യോഗത്തിൽ തിരിച്ചെത്തുകയും ചെയ്തു. അവസാനം മലപ്പുറം നഗരസഭ വാരി കൂട്ടി ഇതിന്റെ പിന്നാമ്പെട്ടു. നാട്ടുകാർ മുഴുവൻ ചീത്തറയാൻ തുടങ്ങിയപ്പോഴാണ് പാമ്പുകളും അതേപോലെ തന്നെ ചുട്ട ജീവികളും ഓഫീസിനകത്ത് കയറിയപ്പോൾ ഒഴിവാക്കി. ആരെ കുറ്റാണ്? ഇത് മാത്രമല്ല, സ്റ്റാൻഡിംഗ് നഗരസഭയിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് തീരുമാനം കഴിയും. സ്റ്റാൻഡിംഗ് കമ്മിറ്റി തിരിച്ചുവിടാൻ വിഷയം വിശദമായി പഠിച്ച് അടുത്ത കൗൺസിൽ യോഗത്തിലേക്ക് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യകാര്യ സ്ഥിര സമിതിയെ യോഗം ചുമതലപ്പെടുത്തി. കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാത്ത ചാർജുള്ള ഓഫീസർമാർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകാൻ യോഗം ഐക്യകണ്ഠേന തീരുമാനിച്ചു. സർവീസ് സംഘടനകൾ നടത്തിയ പണിമുടക്കിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥർ പലരും അവധിയിലായിരുന്നു. എന്നാൽ അവധിയെടുക്കുമ്പോൾ പകരം ചുമതല മറ്റൊരാൾക്ക് കൈമാറേണ്ടിയിരുന്നുവെന്നും യോഗം വിലയിരുത്തി. നഗരസഭാ ഉപാധ്യക്ഷ ഫൗസിയ കുഞ്ഞിപ്പു യോഗത്തിൽ അധ്യക്ഷയായി. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. നമ്മുടെ കുബൂസ് അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിൽ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.